ഇതുവരെ യൂട്യൂബിൽ വരാത്ത സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ പലരും ആ സിനിമ 2 വർഷം മുന്നേ കണ്ടതായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ കളിയാക്കി. അതുകൊണ്ട് ഈ പരിപാടി ഞാൻ നിർത്തി. ഇനിയിപ്പോൾ യൂട്യൂബിൽ വരാത്ത സിനിമകളാണെങ്കിലും ഞാൻ അങ്ങനെ പറയാൻ പോകുന്നില്ല. അങ്ങനെ പറയുന്ന ജീവിതം എനിക്ക് മടുത്ത്. അതെല്ലാം പോട്ടെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ജാപ്പനീസ് ക്രൈം ത്രില്ലർ മിസ്റ്ററി മൂവിയാണ്. ജപ്പാനിൽ താമസിക്കുന്ന ഒരു അപ്പാപ്പൻ അങ്ങനെ ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ മുതലാളിയെ ഒരു ദിവസം രാത്രി സ്പാനർ കൊണ്ട് അടിച്ച് കൊന്ന് തീയിട്ട് കത്തിച്ച് കളയും. അടുത്ത ദിവസം തന്നെ ഞാനാണ് ആ കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങേര് പോലീസിൽ സറണ്ടർ ആവുകയും ചെയ്യും. ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തതുകൊണ്ട് തന്നെ എന്തായാലും കൊലപാതകമല്ല അങ്ങേര് ചെയ്തത്, അതുകൊണ്ട് അങ്ങേർക്ക് വധശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന അങ്ങേർക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം എന്നുള്ളൊരു ആശ തോന്നും. എന്നാൽ അങ്ങേര് അതിനായിട്ട് ഒരു വക്കീലിനെ വെക്കും. ഈ വക്കീലിനാണെങ്കിൽ ഇങ്ങേരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഈ കൊലപാതകം നിങ്ങൾ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കൊല ചെയ്ത യാങ് എന്ന അപ്പാപ്പനും അറിയില്ല അങ്ങേര് എന്തിനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന്. ഇതിൻ്റെ ഇടയിലെല്ലാം പെട്ട് കുടുങ്ങുന്ന വക്കീല് അങ്ങേരുടെ ശിഷ്യനെ വിളിച്ചു വരുത്തും. എന്നാൽ ഈ ശിഷ്യനും അയാളുടെ അടുത്തുനിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവസാനം അയാൾ ഈ കൊലപാതകം എന്തിനാണ് ചെയ്തതെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടാൻ പോകുന്നത്. സിനിമ കണ്ടു തുടങ്ങുമ്പോൾ പോകെ പോകെ ഇതെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു കുഴപ്പം പിടിച്ച കേസാണ്. ഒരു യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു കൊലപാതകം നടന്ന് അതിൻ്റെ അന്വേഷണം നടക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ സിനിമയിലെ അന്വേഷണം നടക്കുന്നത്. വളരെ പതിയെ സ്ലോ ആയിട്ടാണ് നടക്കുക. പക്ഷെ അവസാനമാണ് നമ്മൾ ഞെട്ടാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2017 ഇറങ്ങിയ ദ തേർഡ് മർഡർ എന്ന ജാപ്പനീസ് സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ രാത്രി 2 പേര് നടന്നു വരികയാണ്. ആ തൊട്ട് പിന്നിൽ നിൽക്കുന്നയാളാണ് നമ്മുടെ അപ്പാപ്പൻ യാങ്. അങ്ങേര് പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പാനർ എടുത്ത് മുന്നിൽ നിൽക്കുന്ന ആളുടെ തലക്കടിച്ച് അങ്ങേരെ താഴെയിടും. അങ്ങേരുടെ ബോഡിയും വലിച്ചൊരു പുഴത്തീരത്ത് കൊണ്ടിട്ട് വീണ്ടും തലക്കടിച്ചടിച്ച് അങ്ങേര് മരിച്ചെന്ന് ഉറപ്പ് വരുമ്പോൾ പെട്രോൾ ഒഴിച്ച് അങ്ങേരുടെ ബോഡി കത്തിച്ച് കളയും. ഈ അപ്പാപ്പൻ എന്തിനാണ് അയാളെ കൊല്ലുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിലും മരിച്ചയാൾ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തോ ഒരു പ്രതികാരമാണ് അപ്പാപ്പൻ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ സിറ്റിയിൽ കൂടെ ഒരു കാർ വരികയാണ്. ആ കാറിൽ 3 പേര് ഇരിക്കുന്നുണ്ട്. ഏറ്റവും ഇടതുവശത്തിരിക്കുന്നയാളാണ് നമ്മുടെ ഹീറോ. നടുക്കിരിക്കുന്ന ഹീറോയുടെ അസിസ്റ്റന്റ്, വലതുഭാഗത്തിരിക്കുന്ന ഹീറോയുടെ ആശാൻ. കൊലപാതകം ചെയ്തിരുന്ന അപ്പാപ്പൻ പിറ്റേന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാനാണ് ഈ കൊലപാതകം ചെയ്തതെന്നും പറഞ്ഞ് പോലീസിൽ കീഴടങ്ങി. വൈകാതെയാണ് അയാൾ മനസ്സിലാക്കുന്നത് അയാൾക്ക് കിട്ടാൻ പോകുന്നത് വധശിക്ഷയായിരിക്കും. അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ നിന്നും അയാൾക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടണം, അയാൾക്ക് ജീവപര്യന്തമോ അങ്ങനെ എന്തെങ്കിലും ഒന്നിലേക്ക് മാറി കിട്ടണം. മരിക്കണമെന്ന് തോന്നില്ല. എന്നാൽ ഈ കേസ് കിട്ടുന്നത് ഹീറോയുടെ കൂടെ വലതുവശത്തിരിക്കുന്ന ഹീറോയുടെ ആശാനാണ്. ആശാനാണെങ്കിൽ അങ്ങേരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അങ്ങനെ ആശാൻ ഈ കേസിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാനാണ് ഇപ്പൊ തമിഴ്നാട് സേലത്തിൽ നിന്നും ശിഷ്യനെ കൊണ്ടിറക്കുന്നത്. യാങ്ങിനെ കാണാൻ ജയിലെത്തുമ്പോൾ ശിഷ്യൻ ചോദിക്കും അയാൾ കുറ്റം സമ്മതിക്കുന്നതിന്റെ മുന്നെയെങ്കിലും ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു, എന്നാൽ ഞങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റിയായിരുന്നു. ആശാൻ പറയും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ കേസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു, പക്ഷെ വൈകാതെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അങ്ങനെ അവർ 3 പേരും കൂടെ യാങ്ങിനെ കാണാനായിട്ട് ജയിലിനകത്തേക്ക് ചെല്ലും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ യാങ് അവിടെ എത്തി. ആശാനാണെങ്കിൽ ഹീറോയെ പരിചയപ്പെടുത്തി കൊടുക്കും. 30 വർഷങ്ങൾക്ക് മുന്നേ യാങ് എന്ന ഈ അപ്പാപ്പൻ 2 വട്ടിപ്പലിശക്കാരെ കൊന്നിട്ട് അവരുടെ ബോഡിയും ഇതുപോലെ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരുന്നു. അന്ന് ആ കേസിലും അങ്ങേർക്ക് വധശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത്. പക്ഷേ ഹീറോയുടെ അച്ഛനോ ഒരു വക്കീലായിരുന്നു. അച്ഛൻ വാദിച്ച് ആ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു കൊടുത്തു. അതുകൊണ്ട് ആശാൻ പറയും നിങ്ങളെ പണ്ട് ആ കേസിൽ നിന്ന് പുറത്തിറങ്ങിയ ആ വക്കീലിന്റെ മകനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് യാങ് ചോദിക്കും നിങ്ങൾ ആ വക്കീലിന്റെ മകനാണോ? ബഹുമാനത്തോടെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഹീറോ അതിനൊന്നും മിണ്ടില്ല. ഹീറോയുടെ പേരാണ് പറയുക, ഷിഗാമുരി. ഹീറോക്ക് അച്ഛൻ്റെ പേരിൽ അറിയപ്പെടാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഹീറോയുടെ പേര് തന്നെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ടീംസ് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങും. ഹീറോ ചോദിക്കും നിങ്ങൾ തന്നെയാണോ കൊലപാതകം ചെയ്തതെന്ന് ഉറപ്പല്ലേ? അതിലിനി വാക്ക് മാറ്റമൊന്നുമില്ലല്ലോ? യാങ് ഇല്ലാന്ന് തലയാട്ടി കാണിക്കും. ഹീറോ വീണ്ടും ചോദിക്കും നിങ്ങൾ എന്തിനാണ് അയാളെ കൊന്നത്? ഞാൻ ചൂതാട്ടം കളിക്കാറുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ എനിക്ക് കുറേ ആളുകളുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങേണ്ടി വന്നു. ഈ കടം തന്ന ആളുകളെല്ലാം തിരിച്ചു ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. എന്നാൽ ഞാൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ മുതലാളിയുടെ കയ്യിൽ കാശുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ കാശിന് വേണ്ടിയാണ് ഞാൻ അയാളെ കൊന്നത്. ആ ബോഡി കത്തിച്ചതിൻ്റെ തെളിവായിട്ട് അങ്ങേര് കാണിക്കുന്നത് അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന പൊള്ളലാണ്. പോരാത്തതിന് ഈ കൊലപാതകം ചെയ്യുന്ന സമയത്ത് യാങ് മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ ചോദിക്കും മദ്യപിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അയാളെ കൊല്ലണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ മദ്യപിച്ച് കഴിഞ്ഞപ്പോഴാണോ അതിൻ്റെ നിരാശയിലാണോ നിങ്ങൾ അയാളെ പോയി കൊന്നത്? അതെ, ഞാൻ മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നിരാശയായി, അതിൻ്റെ പേരിലാണ് ഞാൻ പോയി കൊന്നത്. അന്നേരം ആശാ ചോദിക്കും കഴിഞ്ഞ തവണ നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾക്ക് ആദ്യമേ അയാളെ കൊല്ലണമെന്നുണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പാപ്പൻ പറയും ഞാൻ അങ്ങനെയാണോ പറഞ്ഞിരുന്നത്? എനിക്കറിയില്ല, സോറി, എന്നോട് ക്ഷമിക്കണം. ആശാൻ അറിയാം ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോകുന്നുള്ളൂ എന്ന്. ആശാൻ വീണ്ടും ചോദിക്കും ഞാൻ പറഞ്ഞിരുന്ന കത്ത് നിങ്ങൾ എഴുതിയിരുന്നോ? ഇരയുടെ കുടുംബത്തിന്
വേണ്ടിയുള്ള? അതെ, ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ കത്ത് അയാൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ ആ കത്തും വാങ്ങിയിട്ട് അവർ 3 പേരും തിരികെ ഓഫീസിലേക്ക് എത്തും. ഹീറോ പറയും അയാളിപ്പോൾ മോഷ്ടിക്കാൻ വേണ്ടിയാണ് അയാളെ കൊന്നിരിക്കുന്നത്. അതെങ്ങനെയെങ്കിലും നമ്മൾ മാറ്റിയെടുത്താൽ വധശിക്ഷ എന്നുള്ളത് നമുക്ക് ജീവപര്യന്തമാക്കിയിട്ട് കുറയ്ക്കാം. അന്നേരം ഹീറോയുടെ അസിസ്റ്റന്റ് പറയും ഈ കൊലപാതകി യാങ്ങിന് 36 വയസ്സുള്ള ഒരു മകളുണ്ട്. പക്ഷെ അയാളുടെ ജന്മനാട്ടിലാണ് അവൾ താമസിക്കുന്നത്. ഈ ജന്മനാട് എവിടെയാന്ന് വെച്ചാൽ ഹൊക്കൈഡോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ഇവിടുന്ന് 30 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനുണ്ട്. പോരാത്താൻ അവിടെ ഇപ്പം മഞ്ഞുകാലമാണ്. ഹീറോ പറയും 30 കിലോമീറ്റർ ഇപ്പോൾ യാത്ര ചെയ്ത് അവിടെ എത്തുക എന്നുള്ളത് നമുക്ക് കൂട്ടിയാൽ കൂടൂല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അന്നേരം ആശാന്റെ കെട്ടുകൾ പറയും നിങ്ങൾ ഇപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നല്ല മഞ്ഞുകാലമാണ്, പോരാത്തതിന് നീരാളിയെ ചുട്ടരച്ചതും നിങ്ങൾക്ക് കഴിക്കാം. ഹീറോ ചിരിച്ചോണ്ട് പറയും നമ്മളിപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്നാണ് വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ച് അയാളുടെ ചരിത്രം മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. സംസാരമെല്ലാം കഴിഞ്ഞ് ഹീറോയും അസിസ്റ്റന്റും കൂടെ നേരെ ചെല്ലുന്നത് ആ ക്രൈം സ്പോട്ടിലേക്കാണ്. യാങ് എന്നയാൾ ആ ഫാക്ടറി മുതലാളിയെ കത്തിച്ച സ്ഥലമില്ലായിരുന്നോ, അവിടേക്കാണ് അവർ രണ്ടുപേരും ചെല്ലുന്നത്. അങ്ങനെ ആളും അനക്കമൊന്നും ഇല്ലാത്തൊരു സ്ഥലം. എന്നാൽ അവിടെയായിട്ടൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവൾ അവരെ കാണുമ്പോൾ തന്നെ മെല്ലെ വേച്ച് അവിടെ നിന്ന് നടന്നു പോകും. അവളുടെ കാലിന് എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. കാലിന് എന്തോ ഒരു മുടന്തുണ്ട്, എന്താണെന്നറിയില്ല. അത് കാണുന്ന അസിസ്റ്റന്റ് ചോദിക്കും അവൾക്ക് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ? അതിന് ഹീറോ ചിലപ്പോൾ ഉണ്ടായിരിക്കാന്ന് പറയും. അവരാ കത്തിച്ച ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു കുരിശിന്റെ ആകൃതിയിലാണ് ആ ബോഡി ഇട്ട് കത്തിച്ചിരിക്കുന്നത്. അതുപോലെയാണ് അവിടെ കരി വീണ് കിടക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഹീറോക്ക് ഏറെക്കുറെ ഒരു സംശയം തോന്നും. ഇങ്ങനെ ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കില്ലേ? അവരതും കണ്ടു കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് എതിർഭാഗം വക്കീലിൻ്റെ അടുത്തേക്കാണ്. യാങ്ങിനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും അവളുടെ അടുത്ത് കിടക്കുന്നുണ്ട്. അതിൽ ഓരോന്നും ഹീറോയും അസിസ്റ്റന്റും കൂടെ എടുത്ത് നോക്കും. അതിലെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിന് പെട്രോളിൻ്റെ സ്മെല്ല് അടിക്കുന്നുണ്ട്. അന്നേരം ഹീറോക്ക് മനസ്സിലാവും അപ്പാപ്പം കൊള്ള ചെയ്യാനല്ല കൊലപാതകം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളെ കൊന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാൾ ആ പേഴ്സ് എടുത്ത് വെക്കണം. ഇത് പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് ആ പേഴ്സ് എടുത്തിട്ടുള്ളത്. അന്നേരം എതിർഭാഗം വക്കീൽ ചോദിക്കും നിങ്ങളിതെല്ലാം നോക്കി നിന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? അയാൾ ആ കൊലപാതകം സമ്മതിച്ച് കഴിഞ്ഞു, ഇനി നിങ്ങൾക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതും കേട്ടവർ തിരികെ വരുമ്പോൾ ഹീറോ പറയും അയാൾ ആ കൊലപാതകം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒറ്റ കാരണം ഇയാൾ കൊലപാതകം ചെയ്തത് കൊള്ളയ്ക്ക് വേണ്ടിയല്ലാന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഈ കേസിൽ ഇളവ് വരുത്തായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ആശാൻ നമുക്കിട്ടൊരു കൊട്ടു തന്ന പോലെ ആയിപ്പോയി. അങ്ങേര് ഈ കേസ് എൻ്റെ തലയിൽ വിട്ട് മുങ്ങിക്കളഞ്ഞു. ഇപ്പം അങ്ങേരെ കാണുന്ന പോലുമില്ല. അവിടുന്ന് അവർ രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകുന്നത്. ഹീറോ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലേക്കും അസിസ്റ്റന്റ് യാങ് ജോലി ചെയ്തിരുന്ന ആ ഫാക്ടറിയിലേക്കുമാണ് ചെല്ലുന്നത്. ഹീറോ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലെത്തി വാതിലിന് മുട്ടുമ്പോൾ വാതിൽ തുറക്കുന്നത് അവർ ക്രൈം സ്പോട്ടിൽ വെച്ച് കണ്ട ആ പെൺകുട്ടിയാണ്. ആ കാലിന് മുടന്തുണ്ടായിരുന്ന പെൺകുട്ടിയില്ലായിരുന്നോ, അവളാണ്. ഹീറോ പറയും യാങ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, അത് കൊണ്ടുതരാനായിട്ട് വന്നാന്ന്. അതിനവള് ഞാൻ അമ്മയെ വിളിച്ചു വരാമെന്നും പറഞ്ഞ് അകത്ത് പോയിട്ട് അമ്മയും വിളിച്ചു കൊണ്ടുവരും. അമ്മയാണെങ്കിൽ മോളെക്കാളും വലിയ സുന്ദരി. ഇനിയിപ്പോൾ കെട്ടിയോ മരിച്ചതിൻ്റെ സന്തോഷമാണോ എന്ന് അറിയില്ല, പക്ഷെ കരയുന്നുണ്ട്. ഹീറോ ആ കത്ത് കൊടുക്കുമ്പോൾ അവൾ അതെടുത്ത് വായിച്ചു നോക്കും. വായിച്ചു കഴിഞ്ഞിട്ട് അവൾ പറയും ഈ ഒരു കത്തിൻ്റെ പേരിൽ ഞാൻ അയാളോട് ക്ഷമിക്കണം. അയാൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗത്തെയാണ് കൊന്നിട്ടുള്ളത്. അവസാനമായിട്ടൊരു നോക്ക് കാണാൻ, ആ മുഖം കാണാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല. നിങ്ങൾ എന്തിനാണ് അയാൾ ഈ കേസിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് ശ്രമിക്കുന്നത്? എന്നിട്ട് ആ കത്ത് അവൾ കീറിക്കളയും. അതേസമയത്ത് അസിസ്റ്റന്റ് ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഒരാളെ ചോദ്യം ചെയ്യാണ്. അയാളോട് ചോദിക്കും ഈ യാങ് ആളെങ്ങനെയാണ്? ആരോടും വെറുപ്പില്ലാത്തൊരു ശാന്ത സ്വഭാവക്കാരനാണ്. ഈ ഫാക്ടറിയിൽ ജോലി കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഫാക്ടറി മുതലാളിയോട് അങ്ങേർക്ക് തീരാത്ത കടപ്പാടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ വർഷമായിട്ട് അയാൾ ജയിലിൽ കിടന്നിരുന്ന കാര്യം നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ജയിലിൽ നിന്ന് പുറത്ത് വന്നവരാണ്. ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറി മുതലാളി ഞങ്ങൾ 7ാം കൂലിക്കാരായിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് കൂടുതൽ കാശും ചോദിക്കാൻ പറ്റില്ല, പുറത്തു പോയാൽ ഞങ്ങൾക്ക് ജോലി കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് അസിസ്റ്റന്റ് പുറത്തിറങ്ങുമ്പോൾ അവിടെ തന്നെ ഹീറോയും എത്തിയിട്ടുണ്ട്. ഹീറോ അവിടെ എന്താണ് കാര്യങ്ങൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ നിന്ന് ഒരു നിമിഷം ഹീറോ ചിന്തിച്ചു പോകും എന്തിനാണ് നമ്മളിപ്പോൾ അയാളെ രക്ഷിക്കുന്നത്? അയാളൊരു കൊല ചെയ്ത ആളല്ലേ. എന്തായാലും വക്കീലായി പോയില്ല എന്ന് വിചാരിച്ച് ഹീറോ തിരിച്ച് ഓഫീസിലേക്ക് തന്നെ നടക്കും. അന്ന് രാത്രി അവരെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഹീറോ പറയും ഇതിപ്പോൾ ഒരു മോഷണ കൊലപാതകമായിട്ടാണ് നിൽക്കുന്നത്, അത് നമ്മൾ മാറ്റാൻ പോവുകയാണ്, അതൊരു പ്രതികാര കൊലയായിട്ടാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ആശാന്റെ കെട്ടികൾ ചോദിക്കും മോഷണ കൊലപാതകം മാറ്റിയിട്ട് പ്രതികാര കൊലപാതകമാക്കുകയാണെങ്കിൽ അതിലിപ്പോൾ എന്താ കാര്യം? കൊലപാതകത്തിൽ മോശം കൊലപാതകം നല്ല കൊലപാതകം ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ? അതിന് ഹീറോ പറയും പ്രതികാര കൊലപാതകമാണെങ്കിൽ ആ പ്രതികാരത്തിനുള്ള കാരണം അതെന്താന്ന് നമ്മൾ കോടതിയിൽ തെളിയിക്കണം. അതുവരെ നമുക്ക് കൂടുതൽ സമയം കിട്ടും. പോരാത്തതിന് മോഷണത്തിന് വേണ്ടി ഒരാൾ കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു മോശം കാര്യമാണ്. അന്നത്തെ ചർച്ചയും കഴിഞ്ഞ് ഹീറോ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ഫോൺ കോളും കേട്ടിട്ടാണ്. അതൊരു മാർക്കറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ഹീറോ പെട്ടെന്ന് തന്നെ അവിടെ എത്തും. അവിടെ മാർക്കറ്റിലെ മുതലാളി ഹീറോയുടെ മകളെ മുന്നിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട്. അവൾ അവിടെ നിന്ന് എന്തോന്ന് മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു, അയാൾ പിടിക്കുകയാണ് ചെയ്തത്. സാധാരണ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ പോലീസിൽ വിളിക്കുകയാണ് പതിവ്, ഇതിപ്പോൾ നിങ്ങളെ വിളിച്ചെന്നേ ഉള്ളൂ. ഹീറോയുടെ ID കാർഡും കൊടുത്തിട്ട് പറയും ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു കൊലപാതക കേസിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്, അതുകൊണ്ട് ഇവളെ നോക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവളാണെങ്കിൽ കരയാൻ തുടങ്ങും. അത് കാണുന്ന കട മുതലാളി അവളെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിക്കോളാൻ പറയും. ഹീറോ അവളെയും കൂട്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടിരുത്തും. ഇതിപ്പോൾ എന്താണ് ഹീറോയുടെ മകൾ ഹീറോയുടെ കൂടെ ഇല്ലാത്തതെന്ന് വെച്ചാൽ ഹീറോയുടെ ഭാര്യയും ഹീറോയുമായിട്ട് ഇപ്പോൾ
അത്ര നല്ല പോലെയല്ല, അവർ വിട്ടാണ് താമസിക്കുന്നത്. പക്ഷേ അവർ ഡിവോഴ്സ് ആയിട്ടുമില്ല. മകളാണെങ്കിൽ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഹീറോ ചോദിക്കും, നീ എന്തുകൊണ്ട് ഈ കാര്യത്തിന് നിന്റെ അമ്മയെ വിളിച്ചില്ല? ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വക്കീലാണെന്ന് മോളും പറയും. ഹീറോ പറയും, ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നീ എന്നെ വീണ്ടും ഇങ്ങോട്ട് വിളിപ്പിക്കരുത്. അതിന് മകള് പറയും, നിങ്ങളെന്തോ ഒരു അച്ഛനെ പോലെ സംസാരിക്കുന്നത്. ഹീറോയും വിചാരിക്കും, ഞാൻ തന്നെ അല്ലേ ഇവളുടെ തന്ത? അങ്ങനൊന്നും വിചാരിക്കുന്നില്ല. സംഭവം എന്താന്ന് വെച്ചാൽ മകളുടെ കൂടെ ഹീറോക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് കിട്ടുന്നില്ല. അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് ഈ അങ്ങനെ ചോദ്യം ചെയ്യാനാണ്. ഹീറോയുടെ കൂടെ തന്നെ അസിസ്റ്റന്റും ആശാനും നിൽക്കുന്നുണ്ട്. ആശാൻ പറയും, ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുന്ന ഈ ഒരു മാഗസിനാണ്. ഈ മാഗസിന് നിങ്ങൾ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പറയുന്നുണ്ട് ആ ഫാക്ടറി മുതലാളിയുടെ ഭാര്യ പറഞ്ഞിട്ടാണ് നിങ്ങൾ അയാളെ കൊന്നിരിക്കുന്നത്. യാങ് അതേന്ന് പറയും. അവൾക്ക് അയാളുടെ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകം അവൾ ചെയ്യിച്ചത്. പോരാത്തതിന് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും അയാൾ കൊല്ലപ്പെടുന്നതിന് മുന്നേ 5 ലക്ഷം യാങ്ങിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഹീറോ ചോദിക്കും, ഈ കാശ് ആ കൊലപാതകം ചെയ്യാനുള്ള അഡ്വാൻസ് തുകയായിരുന്നു? അതിനും യാങ് അതേന്ന് പറയും. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ യാങ്ങിനാണെങ്കിൽ അതെന്തിനാണെന്നറിയില്ല. ഇതെല്ലാം പറയേണ്ട ഒരു കാര്യമാണോ എന്നുള്ളൊരു മട്ടിലാണ് യാങ് നിൽക്കുന്നത്. അവൾ എങ്ങനെയാണ് അവളുടെ ഭർത്താവിനെ നിങ്ങളോട് കൊല ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇമെയിൽ വഴിയാന്ന് പറയും. ഇമെയിൽ വഴിയാണെങ്കിൽ അതിപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കും. അതേ, തിരഞ്ഞാൽ ചിലപ്പോൾ ഫോണിൽ നിന്ന് കിട്ടാൻ മതിയെന്ന് യാങ്ങും പറയും. പക്ഷേ ആ ഇമെയിൽ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ ഇമെയിൽ പറയുന്നത്, നീ എൻ്റെ പേര് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഈ കേസിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തിറക്കാം, അത്രമാത്രമാണ് ആ ഇമെയിൽ പറയുന്നത്. എന്ത് കാരണത്തിന് എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എന്ന് ആ ഇമെയിൽ പറയുന്നില്ല. ചിലപ്പോൾ അത് അവർ തമ്മിലുള്ള അവിഹിതം വല്ലതുമാവോ എന്ന് ആശാൻ ചോദിക്കും. എന്നാൽ കൂടുതലൊന്നും യാങ്ങിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. അവർ തിരിച്ച് ഓഫീസിൽ തന്നെ എത്തുമ്പോൾ ഹീറോ പറയും, ഈ കൊലപാതകത്തിൽ അയാളുടെ ഭാര്യയ്ക്ക് കൂടെ പങ്കുണ്ടെന്ന് നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ ഈ കൊലപാതക കേസിൽ നമുക്ക് അവളെ കൂടെ ഉൾപ്പെടുത്താം. എന്നാലും ആ കേസിലേക്ക് ഭാര്യ കൂടെ വന്ന് ചേരുമെന്നല്ലാതെ യാങ്ങിന് ശിക്ഷയിൽ ഇളവൊന്നും കിട്ടാൻ പോകുന്നില്ല. ശിക്ഷയിൽ ഇളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ വേറെയും നല്ല നല്ല തെളിവുകൾ, യാങ്ങിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ കണ്ടുപിടിക്കണം. ഹീറോ അന്ന് തന്നെ ഈ ഒരു ഇമെയിലിൻ്റെ കാര്യം പറഞ്ഞിട്ട് എതിർഭാഗം വക്കീലുമായിട്ട് ചെറിയൊരു ഹിയറിംഗ് വെക്കും. എന്നാൽ എതിർഭാഗം വക്കീൽ ഈ ഒരു ഇമെയിലിനെ നിരസിച്ച് കളയും. അത് അപ്രസക്തമാണെന്ന് പറയും. ഹീറോക്ക് ആദ്യമേ അറിയാമായിരുന്നു ഇത് ഇങ്ങനെ തന്നെ വരുമെന്ന്. എന്നാൽ എനിക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയെയും മകളെയും എനിക്കൊന്ന് വിസ്തരിക്കണമെന്ന് കോടതിയോട് ചോദിക്കുമ്പോൾ കോടതി അതിന് സമ്മതിക്കും. അവിടെ നിന്ന് ഇറങ്ങുന്ന ഹീറോ നേരെ ചെല്ലുന്നത് യാങ് താമസിച്ചിരുന്ന വാടക വീട്ടിലേക്കാണ്. അവിടെ വാടക വീടിൻ്റെ ഓണർ അപ്പം തന്നെ വീട് തുറന്നു കൊടുക്കുകയും ചെയ്യും. അയാൾ വാടകയെല്ലാം കൃത്യമായിട്ട് അടയ്ക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓണർ പറയും, അയാൾ ഈ മാസത്തെ വാടക കുറച്ചുകൂടെ നേരത്തെയാണ് അടിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോക്ക് ചെറിയൊരു സംശയം തോന്നും. കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയുടെ ഫോട്ടോ എടുത്തിട്ട് ഈ സ്ത്രീയെ നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ ഓണർ ഇല്ല എന്ന് പറയും. പക്ഷേ വേറൊരു കാര്യം പറയും, കാലിന് മുടന്തുള്ള ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ടായിരുന്നു, അത് അയാളുടെ മകളല്ലേ എന്ന് ഓണർ ചോദിക്കും. എന്നാൽ ഹീറോ നോക്കി നിൽക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു കിളിക്കൂട്ടിലേക്കാണ്. അയാൾ കിളികളെയെല്ലാം വളർത്താറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓണർ പറയും, അതെ വളർത്താറുണ്ടായിരുന്നു, ഇത് അടുത്തൊരു കിളി മരിച്ചപ്പോൾ അതിന് വീടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കുഴിച്ചിടട്ടെ എന്ന് എന്നോട് ചോദിച്ചിരുന്നു, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോയാൽ കാണാം. ഹീറോ പുറത്ത് ചെന്ന് ആ കിളിയെ അടക്കം ചെയ്ത ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ഒരു കുരിശിൻ്റെ രീതിയിൽ കല്ലുകളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, ചെറിയ കല്ലുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കുരിശ് ഹീറോ ഇതിനു മുന്നേ കണ്ടത് ആ ക്രൈം സ്പോട്ടിൽ വെച്ചാണ്. അയാളുടെ ബോഡി കുരിശിൻ്റെ ആകൃതിയിൽ വെച്ചാണ് യാങ് കത്തിച്ചിട്ടുള്ളത്. ഹീറോ ആ കുഴിമാടം മെല്ലെ മെല്ലെ തോണ്ടി നോക്കും. അവിടെ നിന്ന് ഹീറോ നേരെ ചെല്ലുന്നത് യാങ്ങിൻ്റെ അടുത്തേക്കാണ്. നിങ്ങൾ കിളികളെല്ലാം വളർത്താറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ യാങ് അതിന് സമ്മതിക്കും. നിങ്ങളിത് അടുത്ത് ഒരു കിളിയെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞാനതൊന്ന് കുഴിച്ച് നോക്കി. അവിടെ നിന്ന് എനിക്ക് 5 കിളികളുടെ ബോഡിയാണ് കിട്ടിയത്. ഒരിക്കലും 5 കിളികളും ഒരുമിച്ച് ചാകാനായിട്ട് സാധ്യതയില്ല, നിങ്ങൾ കൊന്നതല്ലേ? യാങ് പറയും, ഇപ്പോൾ തണുപ്പ് കാലമാണ് വരുന്നത്, ഒരിക്കലും ആ കിളികൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അവറ്റകളെ കൊന്നുകളഞ്ഞത്. പക്ഷെ അതിലൊന്ന് രക്ഷപ്പെട്ടു, ആർക്കറിയാം അതിന് ഈ തണുപ്പിന് അതിജീവിക്കാൻ പറ്റുമോ എന്ന്. ഹീറോ ചോദിക്കും, നിങ്ങൾ വീടിൻ്റെ വാടക ഈ മാസം നേരത്തെ അടച്ചിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ജയിലിൽ പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? യാങ് പറയും, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, വാടക കൊടുക്കുന്നത് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഈ മാസം ഞാൻ നേരത്തെ വാടക കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ തെളിവുകളായിട്ടും ഹീറോ അയാളെ ചോദ്യം ചെയ്തിട്ടും അയാളുടെ കയ്യിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു മിസ്റ്ററിയാണ് യാങ് എന്നുള്ള ആ മനുഷ്യൻ. ഹീറോ തിരിച്ചു പോരാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ യാങ് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഈ ചില്ലിലേക്കൊന്ന് വെക്കാൻ പറ്റുമോ? ഹീറോ അതുപോലെ തന്നെ കൈ ചില്ലിലേക്ക് എടുത്തു വെക്കും. അന്നേരം യാങ് മറുവശത്ത് നിന്നും ആ ചില്ലിലേക്ക് യാങ്ങിൻ്റെ കൈ എടുത്തു വെക്കും. ഒരാളോട് കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും നല്ല പോലെ അയാളെ തൊട്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് സമയം കഴിഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ ചൂട് നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങളുടെ കൈയുടെ ചൂട് അതുപോലെ തന്നെ എനിക്കും അറിയാൻ പറ്റും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് യാങ് പറയും, നിങ്ങൾക്ക് 14 വയസ്സുള്ളൊരു മകളുണ്ടല്ലേ, അവളുടെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു വേവലാതി ഉണ്ട്. എന്നാൽ ഹീറോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ തിരിച്ച് ഓഫീസിലേക്ക് തന്നെ വരും. ആശാനോട് ചോദിക്കും, നിങ്ങൾ അയാളോട് എൻ്റെ ഫാമിലിയെക്കുറിച്ച് സംസാരിച്ചിരുന്നോ? ഇല്ല, ഞാൻ നിന്നെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ലല്ലോ, പിന്നെന്താണ്? അയാൾ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? ഹീറോ ഒന്നുമില്ല എന്ന് പറയും. അന്ന് വൈകുന്നേരം കൊല്ലപ്പെട്ടയാളുടെ മകൾ സ്കൂൾ വിട്ടു വരുമ്പോൾ ഹീറോ ഒളിഞ്ഞു നിന്ന് അവളെ നോക്കി നിൽക്കും. അവളുടെ പേര് സാക്കി എന്നാണ്. അവൾ എന്താണ് ചെയ്യുന്നതെന്നെല്ലാം ഹീറോക്ക് മനസ്സിലാവണം. അവൾ ആദ്യം തന്നെ ചെല്ലുന്നത് ഒരു ലൈബ്രറിയിലേക്കാണ്. അവിടെ നിന്ന് അവൾ ഏതോ ഒരു പുസ്തകം വായിക്കും. അവൾ ഇല്ലാത്ത നേരം നോക്കിയിട്ട് ആ പുസ്തകം ഏതാണെന്ന് ഹീറോ ചെന്ന് നോക്കുമ്പോൾ ഏതോ ഒരു യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ് അവൾ വായിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവൾ നേരെ വീട്ടിലേക്കാണ് നടക്കുന്നത്. അവൾ വേച്ച് നടക്കുന്നതിനെ കുറിച്ച് ഹീറോ പല ആളുകളോടും ചോദിച്ചിരുന്നു. പക്ഷെ ആളുകളെല്ലാം പറഞ്ഞത് അവളുടെ കാലിന് എന്താണ് പറ്റിയതെന്ന് അവർക്കാർക്കും അറിയില്ല എന്നായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾക്ക് ജന്മനാ ആ കാല് ഇതുപോലെ തന്നെ ആയിരുന്നു. മറ്റൊന്ന് പറയുന്നത് അവൾ ഫാക്ടറിയുടെ മുകളിൽ നിന്നും ചാടിയപ്പോൾ കാലിന് ഇതുപോലെ സംഭവിച്ചതാണ്. ഹീറോ അതെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലെത്തുമ്പോൾ ഹീറോയെ കാണാനായിട്ട് ഹീറോയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. നീ ചോദിച്ച രണ്ട് കൊലപാതകങ്ങളുടെയും ആ കവർച്ചയുടെയും കേസ് ഫയൽ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ഫയൽ ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്നാൽ അസിസ്റ്റന്റിന് മനസ്സിലായിട്ടില്ല ആരാണ് ഈ വന്നിരിക്കുന്നതെന്ന്. ഹീറോ ഇതെന്റെ അച്ഛനാന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അച്ഛനിട്ട് ഒരു വണക്കം കൊടുക്കും. നിനക്ക് ഇവന്റെ കൂടെ നിന്നിട്ട് കേസുകളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് ഉണ്ട്, നിങ്ങളുടെ മോനല്ലേ, എനിക്കെല്ലാം മനസ്സിലാക്കി തരുന്നുണ്ടെന്ന് പറയും. അന്ന് രാത്രി അച്ഛൻ അവിടെ തന്നെ റൂം എടുത്തു. അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഹീറോ ഇരിക്കുന്നത്. ഹീറോ ആ കേസിനെ കുറിച്ച് തല പുകഞ്ഞ് ആലോചിക്കുമ്പോൾ അച്ഛൻ പറയും അവൻ ഈ കൊലപാതകങ്ങൾ ചെയ്യാന്ന് പറയുന്ന ഒരു രസമാണ്, അതുകൊണ്ടാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. അതിന് ഹീറോ പറയും എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, അയാൾ എന്തൊക്കെയോ ഞങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഹീറോക്ക് ആ ഫയലിൽ നിന്ന് ഒരു കത്ത് കിട്ടുന്നത്. ആ കത്ത് യാങ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഹീറോയുടെ അച്ഛന് വേണ്ടി അയച്ചതാണ്. അതിൽ പറയുന്നത് ഞാൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങി, ഇപ്പോൾ എനിക്ക് ഒരു ഫാക്ടറിയിൽ ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മഞ്ഞ് മാസം ഞാനും എൻ്റെ മകളും കൂടെ മഞ്ഞ് മനുഷ്യനുണ്ടായി കളിച്ചു. അതെല്ലാം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഹീറോ അതും വായിച്ചുകൊണ്ട് പോകുന്നത് ഹൊക്കൈദോയിലേക്കാണ്. ഹൊക്കൈദോ യാങ്ങിൻ്റെ ജന്മനാടാണ്. അവിടെ എത്തിയിട്ട് യാങ്ങിൻ്റെ മകളെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ അവർ 30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഹൊക്കൈദോ എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് അവർ നേരെ ചെല്ലുന്നത് യാങ്ങിനെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്ന പോലീസുകാരൻ്റെ അടുത്തേക്കാണ്. ആ പോലീസുകാരനോട് യാങ് അന്ന് എന്തിനാണ് ആ 2 വട്ടിപ്പലിശക്കാരെയും കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചു നോക്കി, പക്ഷെ അങ്ങേര് പറയുന്ന ഉത്തരങ്ങളെല്ലാം പല സമയങ്ങളിലും മാറി മാറി കളിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അയാൾ 2 പേരെയും കൊന്നു കഴിഞ്ഞിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ അയാൾ അറസ്റ്റ് ചെയ്തത്. പോലീസുകാരനും കൂടുതൽ കാര്യങ്ങളൊന്നും വേറെ ഒന്നും അറിയില്ല. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് യാങ്ങിൻ്റെ മകളെ കാണാനാണ് പോകുന്നത്. അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബാറിലാണ്. അതുകൊണ്ട് അവർ ആ ബാറിൽ ചെന്നിട്ട് അവിടെയുള്ളവനോട് അവൾ എവിടെയാണെന്ന് ചോദിക്കും. അതിനവൻ പറയും എനിക്ക് അവൾ എവിടെയാണെന്ന് കൂടെ അറിയില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ ചിലപ്പോൾ അവളെ കാണാൻ പറ്റും. അതിന് ഹീറോ ചോദിക്കും അവളുടെ അച്ഛൻ ഇപ്പം ജയിലിലാണ്, അവളുടെ അച്ഛന് അവളെ കാണാനായിട്ട് ആഗ്രഹമുണ്ട്. ബാറിലുള്ളവൻ പറയും അയാൾ ഇവിടെയും കുറേ കാലം ജയിലായിരുന്നല്ലോ, ആ സമയത്തൊന്നും അവൾ പോയി കണ്ടില്ല, പിന്നെയാണോ ഇപ്പോൾ കാണാൻ പോകുന്നത്, നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവൾ ഒരിക്കലും അവളുടെ തന്തയെ കാണാനായിട്ട് അങ്ങോട്ട് വരാൻ പോകുന്നില്ല. അവിടുന്ന് ബ്ലാക്കൗട്ട് ചെയ്താൽ അവർ 2 പേരും കൂടെ തിരിച്ച് നാട്ടിലെത്തി. യാങ്ങിൻ്റെ അടുത്ത് ചെന്നിട്ട് യാങ്ങിൻ്റെ മകളെ കാണാൻ പോയ കാര്യം പറയുമ്പോൾ യാങ് പറയും നിങ്ങൾ എന്തിനാ അവളെ കാണാൻ പോയേ, പ്രത്യേകിച്ച് എന്നെ കാണാൻ വരാൻ പറഞ്ഞാൽ അവൾ ഒരിക്കലും വരില്ല. ഹീറോ ചോദിക്കും നിങ്ങൾ അയാളെ കൊന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ? അതിന് യാങ് പറയും എനിക്കൊരു കുറ്റബോധവും ഇല്ല, അവൻ മരിക്കേണ്ടവനാണ്. എന്തുകൊണ്ട് മരിക്കേണ്ടവനാണെന്ന് ചോദിക്കുമ്പോൾ യാങ്ങിന് ദേഷ്യം വരും. അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇന്ന് ഇത്രയും മതിയെന്ന് പറഞ്ഞ് പുറത്തു പോകും. എന്താണെന്നറിയില്ല, ഇന്ന് യാങ്ങിൻ്റെ സ്വഭാവം വളരെ മാറിയിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഹീറോ വീണ്ടും സാക്കിയെ ഫോളോ ചെയ്യും. അവർ 2 പേരും കൂടി ഒരു മാർക്കറ്റിൽ കയറുമ്പോൾ ഹീറോ അവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് ഒരു പാർക്കിലേക്ക് ചെല്ലും. നീ യാങ്ങിനെ കാണാനായിട്ട് അങ്ങരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അയാൾ അവിടെ വെച്ച് നിന്നോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് അവൾ പറയും. ഹീറോ വീണ്ടും ചോദിക്കും അയാൾക്ക് നിന്നെ പോലെ കാലിന് കുഴപ്പമുള്ള ഒരു കൊച്ചുള്ള കാര്യം നിനക്കറിയോ? എന്നാൽ അവൾ അതിനൊന്നും സംസാരിക്കുന്നില്ല, ഹീറോയെ തന്നെ നോക്കിയിരിക്കും. അന്ന് രാത്രി അവൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവളുടെ അമ്മ അവളുടെ പിന്നിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ച് പറയും നിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ ഒഴികെ ബാക്കി ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അച്ഛൻ മരിച്ചിട്ടും അച്ഛൻ്റെ ഇൻഷുറൻസ് തുക നമ്മൾക്ക് കിട്ടാത്തത്? ഇനിയെങ്ങാൻ ആ കേസിൽ എനിക്കും വല്ല ബന്ധം ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ച് കാണുമോ? അതിന് അവൾ ചോദിക്കും ഈ വിഷമമുള്ള സമയത്തും നിങ്ങൾക്ക് ആ ഇൻഷുറൻസിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്, വേറെ ഒന്നും തോന്നുന്നില്ലേ? എന്തിനാണ് വെറുതെ കണ്ണ് കെട്ടിയിട്ട് ഇരുട്ടാണെന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാ സത്യവും ഇനിയെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞൂടെ? അമ്മ ചോദിക്കും നീ എന്തോന്നും അറിയാത്തവളെ പോലെ സംസാരിക്കുന്നത്, ആ ഫാക്ടറി അടച്ചു പൂട്ടിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അതിന് അവൾ ചോദിക്കും ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലും ഭേദം ആ ഫാക്ടറി അടച്ചു പൂട്ടുന്നത് എന്നാന്ന് പറയും. നീ ഇപ്പോൾ പഠിച്ചു വളർന്ന് ഇത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ഫാക്ടറി ഉള്ളത് കൊണ്ട് മാത്രമാണ്. നീ ഒരിക്കലും നാളെ നമ്മൾ വിസ്തരിക്കുന്ന സമയത്ത് ഫാക്ടറിയെക്കുറിച്ചൊന്നും സംസാരിക്കരുത്, കൂടെ അച്ഛനെക്കുറിച്ചും നീ ഒന്നും സംസാരിക്കരുത്. ശരിക്കും ആ ഫാക്ടറിയിൽ എന്തോ ഒരു തിരിമറി നടക്കുന്നുണ്ട്, അത് പുറത്തു പറയാനാണ് മകൾ പറയുന്നത്. എന്നാൽ അമ്മയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുമില്ല. കാരണം അത് പുറത്തു പറഞ്ഞാൽ പിന്നെ ആ ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വരും. അത്രയും വലിയ എന്തോ ഒരു രഹസ്യമാണ് ആ ഫാക്ടറിയിൽ കിടക്കുന്നത്, അതെന്താണെന്ന് നമുക്കറിയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഹീറോ യാങ്ങിൻ്റെ അടുത്ത് ചെന്ന് പറയും ഇന്നാണ് നിന്നെ വിസ്തരിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞതൊന്നും മറക്കാൻ പാടില്ല. നീ മോഷണത്തിന് വേണ്ടിയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് അവരാദ്യം തന്നെ പറയും. നീ ക്ഷമയോട് അത് കേട്ട് നിൽക്കണം. അത് കഴിഞ്ഞ് നിനക്ക് സംസാരിക്കാനുള്ള സമയം തരുമ്പോൾ ഞാൻ ആ കൊലപാതകം മോഷണത്തിന് വേണ്ടിയല്ല ചെയ്തത്, അയാളുടെ ഭാര്യ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയണം. അങ്ങനെ ഹീറോ തിരിച്ചെഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ യാങ് ചോദിക്കും ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹീറോ അതേന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ കഥകളെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടില്ലേ എന്ന് ചോദിക്കും. അതിന് ഹീറോ പറയും നിങ്ങൾ ഇപ്പോഴും അയാളെ കൊന്നതിൻ്റെ യഥാർത്ഥ കാരണം പറഞ്ഞിട്ടില്ല, അതെപ്പോഴാണ് നിങ്ങൾ പറയുക? അതറിയാൻ ആഗ്രഹമുണ്ടോ എന്ന് യാങ് ചോദിക്കും. ഹീറോ അതെ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയും. യാങ് ആ കാരണം എന്താണെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഞാൻ ഒരു കാര്യം ചോദിക്കും, നിങ്ങൾ അതിന്
എനിക്ക് ഉത്തരം പറഞ്ഞു തരണം. നിങ്ങൾ എന്തിനാണ് കൊലപാതകം നടന്ന സ്ഥലത്തെല്ലാം കുരിശിന്റെ ആകൃതിയിൽ വരച്ചു വെക്കുന്നത്? നിങ്ങൾ തന്നെ ഒരു വിധി നടപ്പിലാക്കുകയാണോ? ഞാൻ ഒരിക്കലും വിധി നടപ്പിലാക്കുകയല്ല, ഞാനേ വിധിക്കപ്പെട്ടവനാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ വിധി നടപ്പിലാക്കുന്നത്? അന്ന് വൈകുന്നേരം കോടതിയിലെ ഹിയറിംഗ് ആണ്. യാങ്ങിനെ കയറിൽ കെട്ടിക്കൊണ്ടാണ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. എതിർഭാഗം വക്കീൽ എഴുന്നേറ്റ് നിന്ന് യാങ് ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് ആദ്യം തന്നെ പറയും. കാര്യമായിട്ട് പറയുന്നത് മോഷണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് യാങ് അയാളെ കൊന്നിരിക്കുന്നതെന്നാണ്. എതിർഭാഗം വക്കീൽ സംസാരിച്ചു കഴിയുമ്പോൾ യാങ്ങിന് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് കോടതി ചോദിക്കും. അതിന് യാങ് പറയും, ഞാൻ ഒരിക്കലും കൊള്ള ചെയ്യാൻ വേണ്ടിയല്ല കൊലപാതകം ചെയ്തിരിക്കുന്നത്. കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയാണ് അയാളെ കൊല്ലാനായിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് അവൾ എനിക്കൊരു ഇമെയിലും അയച്ചു തന്നിട്ടുണ്ടെന്ന് പറയും. ആ ഇമെയിൽ ആണെങ്കിൽ ഹീറോ അവിടെ കാണിക്കുകയും ചെയ്യും. ആ ഇമെയിൽ ആകെ പറയുന്നത് എൻ്റെ പേര് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഈ കേസിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തിറക്കി തരാമെന്നാണ്. അതിന് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യ പറയും, ഈ ഒരു ഇമെയിൽ ഞാനല്ല ഒരിക്കലും അയച്ചിരിക്കുന്നത്, എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുന്നെയാണ് യാങ്ങിന് അയച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 5 ലക്ഷം യാനും യാങ്ങിൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഭർത്താവ് അയച്ചിട്ടുണ്ട്. ഇതൊന്നും എന്തിനാന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ കാര്യങ്ങളൊന്നും മകൾക്ക് തീരെ കണ്ടു നിൽക്കാനേ പറ്റില്ല, സാക്കിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഈ വാദങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയുടെ ഓഫീസിലേക്ക് സാക്കി വരും. യാങ്ങും അവളും കൂടെ മഞ്ഞിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആദ്യം തന്നെ അവൾ ഹീറോക്ക് കാണിച്ചു കൊടുക്കും. നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ഹീറോ ചോദിക്കും. അപ്പോഴാണ് അവൾ വലിയൊരു സത്യം തുറന്നു പറയുന്നത്. അവളുടെ 14-ാം വയസ്സ് മുതൽ അവളുടെ അച്ഛൻ ഫാക്ടറിയിൽ വെച്ചും പുഴത്തീരത്ത് വെച്ചും അവളെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു. അത് സഹിക്കാൻ പറ്റാതായി വന്നപ്പോൾ അവൾ ചെന്ന് പറയുന്നത് യാങ്ങിനോടാണ്. അവൾക്കാകെ ഉണ്ടായിരുന്നൊരു സുഹൃത്ത് യാങ് ആണ്. എന്നാൽ ഇത് കേൾക്കുന്ന യാങ് ഇത് സഹിക്കാൻ പറ്റാതെ അയാളെ പോയിട്ട് കൊല്ലുമായിരുന്നോ ചെയ്തിരുന്നത്. അതിന് ഹീറോ ചോദിക്കും, നിന്റെ അച്ഛനെ നിനക്ക് കൊല്ലണമെന്നുണ്ടായിരുന്നോ? അവള് പറയും, കൊല്ലണോന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ കൊല്ലണമെന്നുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ആ ആഗ്രഹം യാങ് മനസ്സിലാക്കി. ഹീറോ ചോദിക്കും, നിനക്ക് ഇപ്പോഴാ കേസിൽ നിന്നും യാങ്ങിനെ രക്ഷിക്കണമല്ലേ? അതുകൊണ്ട് നീ ഈ കാര്യം ഏതൊരു കോടതിയിലും വന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാണോ? അവൾ അതെ, ഞാൻ എല്ലാ സ്ഥലത്തും വന്ന് പറയാനും തയ്യാറാണെന്ന് പറഞ്ഞ് അവിടുന്ന് മെല്ലെ വേച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് കൊലപാതകം നടന്നത് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നത്. സാക്കിയുടെ അച്ഛൻ അവളെ പീഡിപ്പിക്കാനായിട്ട് പുഴക്കടവിലേക്ക് അന്ന് രാത്രി കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഈ കാര്യം അവൾ ആദ്യമേ യാങ്ങിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാങ് ആദ്യമേ ഒരു സ്പാനറുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛനും മകളും കൂടെ അവിടെ എത്തിയപ്പോൾ തന്നെ യാങ് ആ സ്പാനർ വെച്ച് അയാളുടെ തലക്കടിച്ച് അയാളെ താഴെയിട്ടു. എന്നാൽ അയാളെ അടിച്ച് കൊന്ന് മരിച്ചെന്ന് ഉറപ്പ് വരുത്തുന്നത് മകളാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് പെട്രോൾ ഒഴിച്ച് ആ ബോഡി കത്തിക്കുന്നത്. ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് പോലെയാണ് ഹീറോക്ക് തോന്നുന്നത്. അന്ന് തന്നെ ഹീറോ നേരെ യാങ്ങിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. സാക്കിയും യാങ്ങും കൂടെ ഒരുമിച്ചെടുത്തിരുന്ന ആ ഫോട്ടോയുടെ പ്രിന്റ് കാണിച്ചു കൊടുത്ത് ഈ ഫോട്ടോ എടുത്ത ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. യാങ് ആണെങ്കിൽ ആ ഫോട്ടോയിലേക്ക് നോക്കിയാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല. ഹീറോ പറയും, ഈ ദിവസമാണ് അവൾ അവളുടെ ഉള്ളു തുറന്ന് നിങ്ങളോട് സംസാരിച്ച്. അന്ന് നിങ്ങൾ രണ്ടുപേരും മഞ്ഞു മനുഷ്യനെ ഉണ്ടാക്കി കുറേ സമയം അവിടെ കളിച്ചു. അവസാനമാണ് അവൾ പറയുന്നത് അവളുടെ അച്ഛൻ അവളെ പീഡിപ്പിക്കുമായിരുന്നു. അതെല്ലാം അവൾ അവളുടെ കണ്ണീരോട് നിങ്ങളോട് പറഞ്ഞു. അതെല്ലാം കേൾക്കുന്ന നിങ്ങൾ 5 ദിവസത്തിന് ശേഷമാണ് എൻ്റെ അച്ഛൻ ഒരു കത്ത് എഴുതുന്നത്. അതിൽ നിങ്ങൾ എഴുതിയിരുന്നത് നിങ്ങളുടെ മകളുടെ കൂടെ നിങ്ങൾ മഞ്ഞിൽ കുറേ സമയം കളിച്ചു എന്നാണ്. അതായത് ആ ഫോട്ടോ എടുത്ത് 5 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് സാക്കിയെ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ പോലെ തോന്നി. ഇതെല്ലാം സത്യമല്ലായിരുന്നോ എന്ന് യാങ്ങിനോട് ചോദിക്കുമ്പോൾ യാങ് പറയും, അവളെന്താ ഇങ്ങനെയെല്ലാം സംസാരിച്ചോ? അവളാകെ കള്ളം പറയാൻ മാത്രമാണ് വായ തുറക്കുന്നത്. അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തെന്നല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. ഹീറോ ചോദിക്കും, പിന്നെ എന്തിനാണ് അന്ന് രാത്രി അയാൾ നിങ്ങളുടെ കൂടെ ആ പുഴത്തീരത്തേക്ക് വന്നത്? അതിന്റെ കാരണം എന്താണ് അയാൾക്ക്? യാങ് പറയും, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അയാളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതും കേട്ടാണ് അയാൾ വന്നത്. അത്രയും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ഹീറോ ചോദിക്കുമ്പോഴാണ് യാങ് പറയുന്നത് ഫേക്ക് ടാഗുകൾ. സംഭവം എന്താന്ന് വെച്ചാൽ യാങ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഫാക്ടറിയിൽ ധാന്യപ്പൊടികളാണ് പാക്ക് ചെയ്ത് വിറ്റോണ്ടിരുന്നത്. എന്നാൽ മാസത്തിൽ ഒരിക്കൽ നിലവാരമില്ലാത്ത കുറച്ച് ധാന്യപ്പൊടികൾ അവിടെ എത്തും. അതെല്ലാം അവർ പാക്ക് ചെയ്ത് ക്വാളിറ്റിയുള്ള പാക്കുകൾ വിൽക്കുന്നതിന്റെ ഇടയിൽ അവരതും വിൽക്കും. അതൊരു തന്തയില്ലായ്മത്തരമാണെന്ന് യാങ് തന്നെ പറയുന്നുണ്ട്. ആ ഫാക്ടറിയിൽ ഈ ഒരു കാര്യം അറിയുന്ന ആകെ ഒരാൾ യാങ് മാത്രമാണ്. അതുകൊണ്ടാണ് യാങ്ങിന്റെ അക്കൗണ്ടിലേക്ക് അവർ 5 ലക്ഷം ഞാൻ അയച്ചു കൊടുത്തത്. ഈ ഒരു കാര്യം പുറത്തു പറയാതിരിക്കാനാണ് ആ 5 ലക്ഷം ഞാൻ അയച്ചു കൊടുത്തത്. ഹീറോ പറയും, നിങ്ങൾ എന്തിനാണ് അയാൾ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്തിനാണ് അയാളുടെ ഭാര്യയെ കൂടെ ഈ കേസിലേക്ക് വലിച്ചിട്ടത്? അയാൾ മകളെ പീഡിപ്പിക്കുന്ന കാര്യം അമ്മ അറിഞ്ഞിട്ടും അമ്മ കണ്ണടച്ച് നിന്നതുകൊണ്ടാണോ അവളെയും ഈ ഒരു കേസിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചത്? യാങ് അപ്പോഴും പറയും, നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? സാക്കിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചോദ്യമല്ല എന്നോട് ചോദിക്കുന്നത്? മിസ്റ്റർ ഷിഗമുരി, ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ. ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിരുന്നതെല്ലാം കള്ളമാണ്. ഞാൻ ഒരിക്കലും ഫാക്ടറി മുതലാളിയെ കൊന്നിട്ടില്ല. ഞാൻ ഈ ഒരു കാര്യം പോലീസുകാരോടും നിന്റെ ആശാനോടും പറഞ്ഞതാണ്. പക്ഷെ അവരെന്നോട് പറഞ്ഞത് കുറ്റം ഏറ്റെടുത്ത ഈ ഒരു കേസിൽ ഇളവ് വാങ്ങിച്ച് തരാമെന്നായിരുന്നു. പക്ഷെ അവരാരും പറഞ്ഞ വാക്കിന് വില കാണിച്ചില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചിട്ട് യാങ് അവിടെ നിന്ന് കരയാൻ തുടങ്ങും. ഇതെല്ലാം കേൾക്കുന്ന ഹീറോക്കും കരച്ചിൽ വരും. ഇയാൾ ഇതുവരെ സംസാരിച്ച കാര്യമല്ല ഇപ്പൊ സംസാരിക്കുന്നത്. ഹീറോ ചോദിക്കും, അപ്പൊ നിങ്ങൾ ആ പേഴ്സ് കട്ടെടുത്തതും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൊള്ളലും അതൊക്കെ എങ്ങനെയാണ് വന്നേ? യാങ് പറയും, ഞാൻ ആ പേഴ്സ് ആ കൊലപാതകം നടക്കുന്ന ആ ദിവസം അങ്ങേരുടെ പോക്കറ്റ് അടിച്ചെടുത്തതാണ്. പിന്നെ എൻ്റെ കയ്യിലെ പൊള്ളിയ പാട് അത് ഞാൻ രാവിലെ തീ കായുന്ന സമയത്ത് പൊള്ളിയതാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഹീറോ
പറയും, നിയമപരമായിട്ട് മൊഴി മാറ്റി പറയുക എന്നുള്ളത് വലിയൊരു കുറ്റകൃത്യമാണ്, അതിന് ഞാൻ നിയമങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് യാങ് ദേഷ്യത്തിൽ പറയും. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഹീറോയും പറയും, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ ടെൻഷനായിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത്. ഓഫീസിൽ എത്തുമ്പോൾ തന്നെ ആശാനോട് കാര്യം പറയും. ഇത് കേൾക്കുന്ന ആശാന്റെ ദേഷ്യം വന്നിട്ട് ഇതെന്താ ഇയാൾ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അതിന് ഹീറോ പറയും, അയാൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടാണ് അയാൾ കുറ്റം സമ്മതിച്ചതെന്നാണ്. അതിന് ആശാൻ പറയും, അയാളങ്ങനെ പലതും പറയും, അയാൾക്ക് ഭയം വന്നു തുടങ്ങി, അതുകൊണ്ടാണ് അയാൾ ഇതെല്ലാം പറയുന്നത്. അയാൾ ഈ കൊലപാതകം ചെയ്തു, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അതിന് ഹീറോ പറയും, ഒരു വക്കീൽ എന്ന നിലയിൽ ഞാൻ എൻ്റെ ക്ലയൻറ്റിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത പിറ്റേ ദിവസം സാക്കിയെ വിസ്തരിക്കേണ്ട ദിവസമാണിന്ന്. ഹീറോയും ടീമും കൂടെ കോടതിയിൽ എത്തുമ്പോൾ സാക്കി അവർക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഹീറോ സാക്കിയുടെ അടുത്ത് ചെന്ന് പറയും, അയാൾ ആ കുറ്റം സമ്മതിച്ചില്ല. അയാൾ ഇപ്പോൾ പറയുന്നത് അയാളല്ല നിന്റെ അച്ഛനെ കൊന്നിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് നീ ഒരിക്കലും നിന്റെ കാര്യങ്ങളൊന്നും കോടതിയിൽ പറയാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ കൂട്ടായിരുന്നു എന്നതിന് കാര്യവും നിനക്ക് വേണ്ടിയാണ് അയാൾ നിന്റെ അച്ഛനെ കൊന്നതെന്ന കാര്യവും ഒന്നും നീ അവിടെ നിന്ന് പറയാൻ പാടില്ല. അവൾക്ക് അപ്പം തന്നെ മനസ്സിലായി അവളെ രക്ഷിക്കാനായിട്ടാണ് യാങ് ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിന് അവൾ പറയും, എനിക്ക് യാങ്ങിനെ രക്ഷിച്ചേ പറ്റൂ. ഹീറോ പറയും, നീ ഒരു പെൺകുട്ടിയാണ്, നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാം, അതുകൊണ്ട് നീ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നീ അവിടെ നിന്നൊന്നും പറയാൻ പാടില്ല. ഹീറോ എന്തെല്ലാമോ പറഞ്ഞിട്ട് അവളെ കാര്യം മനസ്സിലാക്കും. എന്തായാലും കോടതിയിൽ വെച്ച് അവൾ ഇനി ഒന്നും പറയാൻ പോകുന്നില്ല, യാങ്ങിനെ കുറിച്ചും അവളെക്കുറിച്ചും ഒന്നും പറയാൻ പോകുന്നില്ല. അവിടെ നിന്ന് അവർ കോടതിയിലെത്തി സാക്കിയെ വിസ്തരിക്കാൻ തുടങ്ങും. എതിർഭാഗം വക്കീൽ ചോദിക്കും, കൊലയാളിയെക്കുറിച്ച്, നിന്റെ അച്ഛനെ കൊന്ന കൊലയാളിയെക്കുറിച്ച് നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? അവൾ പറയും, കൊല ചെയ്ത യാങ് ഒരിക്കലും മോഷ്ടിക്കാൻ വേണ്ടിയല്ല എൻ്റെ അച്ഛനെ കൊന്നിരിക്കുന്നത്, അതെനിക്ക് ഉറപ്പാണ്. അതിന് വക്കീൽ, അയാൾക്ക് എന്ത് ശിക്ഷ കിട്ടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ലാന്ന് അവൾ പറയുകയും ചെയ്യും. വക്കീലും വിചാരിക്കും ഇവളെന്താ പറയുന്നതെന്ന്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്, നിന്റെ അച്ഛനെ കുറിച്ച് നിനക്കിപ്പോൾ എന്താ പറയാനുള്ളത്? അതിന് അവൾ പറയും, എനിക്ക് ജന്മം തന്ന കാര്യത്തിലും എന്നെ പഠിപ്പിച്ച കാര്യത്തിലും മാത്രം ഞാൻ അച്ഛനോട് നന്ദിയുള്ളവളായിരിക്കും. അത് കഴിഞ്ഞാൽ യാങ്ങിനോടാണ് ചോദ്യം ചോദിക്കുന്നത്, കൊലപാതകം ചെയ്ത ദിവസത്തിലെ കാര്യങ്ങൾ ഒന്നുകൂടെ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. യാങ് പറയും, അയാൾ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ദേഷ്യം എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ അയാൾക്കായിട്ട് ആ ഫാക്ടറിയുടെ മുന്നിൽ കാത്തു നിന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങോട്ട് വന്നു. അയാളുടെ പേഴ്സ് ഞാൻ മോഷ്ടിക്കുകയും ചെയ്തു. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ പുഴക്കരയിലേക്ക് പോയില്ല, അയാളെ കൊല്ലുകയും ചെയ്തില്ല. ഇത് കേൾക്കുന്ന കോടതി മൊത്തമായിട്ട് ഞെട്ടും. ആദ്യം തന്നെ യാങ് ഞാൻ ഈ കൊലപാതകം ചെയ്തതാണെന്ന് സമ്മതിച്ചതായിരുന്നു, എന്നാൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞാലോ? എതിർഭാഗം വക്കീല്, ഇയാൾ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ യാങ് ദേഷ്യത്തിൽ പറയും, ഞാൻ ഒരിക്കലും കൊലപാതകം ചെയ്തിട്ടില്ല, എന്നെക്കൊണ്ട് ഇവരെല്ലാം സമ്മതിപ്പിച്ചതാണ്. അങ്ങനെ ജഡ്ജി എതിർഭാഗം വക്കീലിനെയും പ്രതിഭാഗം വക്കീലിനെയും കൂടെ അകത്ത് കൊണ്ടുപോയിട്ട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എതിർഭാഗം വക്കീൽ പറയും, പ്രതി കൊല ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പ്രതിഭാഗം വക്കീലുമാർ തന്നെ സമ്മതിച്ചതാണ്, പിന്നെ എന്തിനാണ് ഈ കേസിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവ്? അവർക്ക് ഇതുവരെ പറഞ്ഞ കാര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ കേസിൽ ഒന്നുകൂടെ പുനർവിചാരണ ചെയ്യണം. പുനർവിചാരണ എന്ന് പറഞ്ഞാൽ ഈ കേസ് ആദ്യം തൊട്ടേ ഒന്നുകൂടെ തുടങ്ങണം. അതുകൊണ്ട് ജഡ്ജി പറയും, ഇതിന് കുറച്ച് ചെലവ് കൂടുതലാണ്, അതുകൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അന്നേരം എതിർഭാഗം വക്കീൽ പെണ്ണിന്റെ ചെവിയിൽ അവളുടെ അസിസ്റ്റന്റ് ആണോ ആശാനാണോ എന്നറിയില്ല, എന്തോ ഒരു സ്വകാര്യം പറയും. അന്നേരം അവൾ പറയും, ഇതുവരെയുള്ള കാര്യം പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. കേസ് ഇങ്ങനെയെല്ലാം തട്ടിമുട്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ ജഡ്ജി ഇനി ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ വിചാരണയാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന തെളിവുകളെല്ലാം വെച്ച് ഒരൊറ്റ വിചാരണ. അത് ചിലപ്പോൾ അനുകൂലമായിരിക്കാം, അല്ലെങ്കിൽ പ്രതികൂലമായിരിക്കാം. അങ്ങനെ അടുത്ത ദിവസമായി യാങ് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ പുറത്തൊരു കിളി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കും. യാങ് പെട്ടെന്ന് തന്നെ കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ആ കിളിക്ക് പുറത്തേക്ക് വെച്ച് കൊടുക്കും. എന്നാൽ ഇനി എന്ത് വിധിയാണ് വരാൻ പോകുന്നതെന്ന് യാങ്ങിന് അറിയില്ല. അതെന്തായാലും അതിനുവേണ്ടി യാങ് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത അന്നേ ദിവസം എല്ലാവരും കോടതിയിലെത്തി. ഇനി കോടതി വിധി വ്യക്തമാക്കാനായിട്ടാണ് പോകുന്നത്. എന്നാൽ കോടതി വിധി വ്യക്തമാക്കുന്നത് യാങ്ങിന് വധശിക്ഷയാണ്. അതിന്റെ കാരണം എന്താണെന്നും കോടതി എല്ലാം ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. പ്രതി പറഞ്ഞിരിക്കുന്ന ന്യായങ്ങളെല്ലാം യുക്തിരഹിതവും വിവേകരഹിതവുമാണ്. പിന്നെ പ്രതിഭാഗം വക്കീൽ കാണിച്ച ഇമെയിൽ, ആ ഇമെയിൽ ഒരിക്കലും കൊലപാതകം ചെയ്യാനായിട്ട് പറയുന്നില്ല. അങ്ങനെ കോടതിയിൽ വെച്ച് എല്ലാവരും പിരിഞ്ഞുപോയി. യാങ്ങിനെ പോലീസുകാർ വന്നിട്ട് വിലങ്ങ് വെക്കും. ആ സമയത്ത് ഹീറോ യാങ്ങിന്റെ അടുത്ത് ചെല്ലുമ്പോൾ യാങ് നന്ദി പറഞ്ഞിട്ട് ഹീറോയുടെ കയ്യിൽ പിടിക്കും. അത് കഴിഞ്ഞ് യാങ്ങിനെ അവർ കൊണ്ടുപോകും. ആ സമയത്ത് സാക്കി യാങ്ങിനെ തന്നെ നോക്കി നിൽപ്പുണ്ടാകും. എന്നാൽ ഒരിക്കലും യാങ് അവളെ നോക്കില്ല. അവളെ നോക്കാതെ അവിടുന്ന് പോകും. അവിടെ നിന്ന് കുറേ സമയം കഴിഞ്ഞാണ് ഹീറോ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹീറോ പുറത്തിറങ്ങുമ്പോൾ സാക്കി ഹീറോക്കായിട്ട് അവിടെ കാത്തു നിൽപ്പുണ്ട്. അവളുടെ അടുത്ത് ചെന്ന് ഹീറോ ഒരു ക്ഷമ ചോദിക്കും. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇതുവരെ എന്താണ് നടന്നതെന്ന് വെച്ചാൽ സാക്കിയെ അവളുടെ അച്ഛൻ പീഡിപ്പിക്കുന്ന കാര്യം അവൾ യാങ്ങിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സ് മനസ്സിലാക്കിയ യാങ് അവളുടെ അച്ഛൻ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. കൂടെ തന്നെ അവളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യം പുറത്തു വരാതിരിക്കാൻ യാങ് തന്നെയാണ് പോലീസിൽ വന്ന് ഞാനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് സമ്മതിച്ചത്. എന്നാൽ അവസാനം യാങ്ങിന്റെ ഈ ഒരു അവസ്ഥ അവൾക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. അവൾ എല്ലാ കാര്യങ്ങളും കോടതിയിൽ വന്ന് തുറന്നു പറയാമെന്ന് സമ്മതിച്ചു. അത് അവൾ കോടതിയിൽ വന്ന് തുറന്നു പറയുകയാണെങ്കിൽ യാങ്ങിന്റെ ശിക്ഷയിൽ അളവ് കിട്ടും. പക്ഷെ അവളുടെ മാനമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് യാങ് ഞാനല്ല ഈ കൊലപാതകം ചെയ്തതെന്ന് കോടതിയിൽ പറഞ്ഞത്. അയാൾ ആ
കൊലപാതകം ചെയ്തില്ലെങ്കിൽ പിന്നെ അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഹീറോക്ക് ആദ്യമേ അറിയാം. ഈ കേസ് തോൽക്കാൻ പോവുകയാണെന്ന് ഹീറോക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടുന്ന് ഹീറോ കണ്ണും നിറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് ഒന്നുകൂടെ യാങ്ങിനെ കാണാനാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അവസാനം ആ ഒരു കൊലപാതകം സമ്മതിക്കാതിരുന്നത്? അത് സമ്മതിച്ചിരുന്നെങ്കിൽ ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ഇളവ് കിട്ടിയാനെ. നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ സാക്കി അവളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു പേടിച്ചിട്ടായിരുന്നോ നിങ്ങൾ പറയാതിരുന്നത്? അതിന് യാങ് അതേപോലെയുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിക്കും. അന്ന് എൻ്റെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സ്വഭാവത്തെ അംഗീകരിച്ചിരുന്നത്? നിങ്ങളും അവളുടെ ഭാവി ആലോചിച്ചായിരുന്നോ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്? മിസ്റ്റർ ഷിഗമൊരി, ഞാൻ ഒരിക്കലും ജനിക്കാൻ പാടില്ലാത്തവനായിരുന്നു. എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഞാനൊരു ഉപദ്രവമായിരുന്നു. പക്ഷേ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റും. അതൊരു കൊലപാതകം കൊണ്ടും സഹായിക്കാൻ പറ്റുമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ യാങ് അതേന്ന് പറയും. ഞാൻ ഒരിക്കലും സത്യം പറയില്ല. എന്നെപ്പോലെയുള്ളൊരു കൊലയാളിയിൽ നിങ്ങൾ ഒരിക്കലും അമിത പ്രതീക്ഷ വെക്കരുത്. അത് കേൾക്കുന്ന ഹീറോ നിങ്ങളൊരു ഒഴിഞ്ഞ പാത്രം പോലെയാണോ എന്ന് ചോദിക്കും. എന്നാൽ യാങ്ങിനൊന്നും മനസ്സിലാവില്ല. ഹീറോ എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ യാങ് 2 കൊലപാതകം ചെയ്തിരുന്നപ്പോൾ യാങ്ങിനെ പിടിച്ചിരുന്ന പോലീസുകാരനില്ലായിരുന്നോ? അയാളാണ് പറഞ്ഞത് യാങ്ങിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, അവനൊരു ഒഴിഞ്ഞ പാത്രം പോലെയാണ്. അവിടെ നിന്നിറങ്ങുന്ന ഹീറോ 4 കൂടിയ ഒരു റോഡിലേക്കാണ് ചെന്ന് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു നിൽപ്പ്. അവിടെ വെച്ച് ദ തേർഡ് മർഡർ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഒരാളുടെ അച്ഛനാവാൻ അച്ഛന് മാത്രമല്ല യോഗ്യത എന്ന് ഈ സിനിമ നമ്മളെ കാണിച്ചു തന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ നെഞ്ചിൽ എന്തോന്ന് തങ്ങി നിൽക്കുന്നത് പോലെയുള്ള വേദന. പോട്ടെ, എല്ലാം മാറും. സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കൽ.